വെൽക്കം ടു ഡേ 71 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ച്. ഇനി വിരലിനുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ രാവിലെ എണീറ്റ് മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചു. അതിനുശേഷം ഈ അടുത്ത് തുടങ്ങിയൊരു പരിപാടിയാണ് ഒരു ക്രാഫ്റ്റ് വർക്ക്, അതായത് ഡയമണ്ട് പെയിന്റിംഗ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്, പക്ഷേ കുറേ ടൈം എടുക്കും. തിരുമ്പി ഞാൻ കാണിച്ചു കേട്ടോ. പിന്നെ ഞാൻ രാവിലെ അത് കുറച്ച് ചെയ്തതിന് ശേഷം ഞാനും ദീപയും കൂടി ഇന്ന് മോർണിംഗ് വാക്കിന് നമ്മുടെ ലേക്കിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടുത്തെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. ഞാനും ദീപയും കണ്ടിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ സംസാരം തന്നെയായിരുന്നു മെയിൻ, അതിൻ്റെ കൂടെ ആയിരുന്നു വാക്കിങ്ങും പിന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും. പിന്നെ അതൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ദീപ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ 10:30 ഉള്ള സെഷനിലേക്കാണ് ഇന്ന് വർക്കൗട്ട് കയറിയത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് ലെഗ് ഡേ. വാമപ്പ് ആയിട്ട് നമ്മൾ സ്ക്വാട്ട്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പുതിയ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹാംസ്ട്രിങ്സിനും ഗ്ലൂട്ട്സിനും ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം നമ്മൾ ഫ്യൂ സെറ്റ്സ് ഓഫ് ബാബൽ സ്ക്വാട്ട്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ പവർ സ്ക്വാട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സുഖമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബൗൺസിങ് സ്ക്വാട്ട്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു വർക്കൗട്ടാണ് ഈ ബൗൺസിങ് സ്ക്വാട്ട്സ്. പിന്നെ നമ്മൾ ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തു തുടങ്ങിയതാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ വെയിറ്റ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ, അത് നമ്മൾ പയ്യെ ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു വർക്കൗട്ടും കൂടി ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇത് ക്രോസിംഗ് ലഞ്ചസ് ചെയ്തതിന് ശേഷം നമ്മൾ കാഫ് റേസ് വെച്ചിട്ടാണ് നമ്മുടെ ലെഗ് വർക്കൗട്ട് തീരുന്നത്. പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ലെഗ് ഡേ കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്ട്രെച്ചിങ് ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ കുറേ കൂടിയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നന്നായിട്ടൊന്ന് ഇത് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ പ്രോട്ടീൻ ഷേക്ക് ചെയ്തെന്ന പ്രോട്ടീൻ ഞാൻ കുടിച്ചു. കുളിച്ചതിന് ശേഷം ഞാൻ ഇന്ന് ലഞ്ച് കഴിക്കുകയാണ്. ഇന്ന് നമുക്ക് കീൻവയും ചിക്കനും സാലഡും തോരനുമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ വർക്കിൻ്റെ ഇടയിൽ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പേരക്കയും കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം ഞാൻ ഉണ്ണിക്കൂടി കൂടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാൻ. അതിൻ്റെ കൂടെ നമ്മൾ ഈ തവളയ്ക്ക് തീറ്റ കൊടുക്കണം ഈ ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് അത് കുറച്ച് നേരം കളിച്ചു. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മളൊന്ന് ഗ്രിൽ ചിക്കൻ വാങ്ങിച്ചു ഫോർ എവറിബഡി. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഗ്രിൽ ചിക്കൻ വാങ്ങിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്തു. എനിക്കിന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡേ 71 ആൻഡ് ഇതാണ് എൻ്റെ പ്രോഗ്രസ് വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.